I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot. Hi, ഇന്നത്തെ നമ്മുടെ മുൻഭാഗത്ത്, അതായത് വീടിന്റെ മുൻഭാഗത്തെ ചുമരിൻ്റെതാ ഈ ഭാഗങ്ങൾ നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇത് ആദ്യം നമ്മൾ കട്ട വെച്ചിട്ട് ഒരു മണ്ണിന്റെ ഒരു കട്ട ഇറങ്ങിയ സമയത്താണ് നമ്മൾ വീട് നിർമ്മിച്ചത്. അപ്പോൾ ആ കട്ട വെച്ചിട്ടാണ് ഈ മുൻഭാഗത്തെ ഈ ഇരുത്തയുടെ താഴെ ഭാഗം നമ്മൾ കെട്ടിയത്. അതിപ്പോൾ മഴയൊക്കെ പാറിയതിനു ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 വർഷമായി അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ അടർന്നു പോരുന്നുണ്ട്. അപ്പോൾ ഈ അടർന്നു പോരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പുട്ടിയൊക്കെ ഇട്ടതായിരുന്നു. പക്ഷേ പുട്ടിയൊക്കെ ഇപ്പോൾ അത് പുട്ടി പോയിട്ട് ഇപ്പോൾ അടർന്നു പോരുന്നുണ്ട്. ഈ മണ്ണ് അടർന്നു പോരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് സിമെൻറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തെടുത്തിട്ട് അടിപൊളി ഡിസൈൻ ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ ആദ്യം ഇത് അടർന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇത് പൊളിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്, സിമെൻറ്റ് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലെവൽ ചെയ്തെടുക്കാം. കുറച്ച് സ്ട്രോങ്ങിലാണ് നമ്മളിത് പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നത്. 3:1 എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് റെഡിയാക്കിയെടുത്തത്. അതായത് 3 ചട്ടി എംസാൻഡ് എടുത്തപ്പോൾ നമ്മൾ 1 ചട്ടി സിമെൻ്റാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. സിമെൻറ്റ് തേച്ച് നമ്മൾ ലെവൽ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഒന്ന് ചെറുതായിട്ട് മിനുക്കി കൊടുക്കുന്നു. വലിയ രീതിയിൽ മിനുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഇതേപോലെ മിനുക്കിയെടുക്കും. അപ്പോൾ അതാ ഈ ഭാഗം പ്ലാസ്റ്റർ ചെയ്തതുപോലെ നമ്മൾ ഇതിൻ്റെ 3 ഭാഗം നമുക്ക് പ്ലാസ്റ്റർ ചെയ്തെടുക്കാണ്ട്, ഈ ഭാഗം പ്ലാസ്റ്റർ ചെയ്തെടുക്കാണ്ട്, അതേപോലെ തന്നെ അതാ ഇതിൻ്റെ ഈ ഭാഗവും നമുക്ക് പ്ലാസ്റ്റർ ചെയ്തെടുക്കാണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുമരിൻ്റെ 3 ഭാഗവും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തെടുത്തു. മുൻഭാഗവും അതേപോലെ തന്നെ 2 സൈഡ് ഭാഗങ്ങളും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തെടുത്തു. ഇനി ഒരു 24 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ചുമര് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ ചുമര് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തെടുത്തു. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞു നമ്മൾ നനച്ചൊക്കെ എടുത്തതാണ്, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടി നമുക്ക് വേണ്ടത് സിമെൻറ്റ് മാത്രമാണ്. അപ്പോൾ സിമെൻറ്റ് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം, വെള്ളം ചേർത്തിട്ട്. സിമെൻറ്റ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻ, അതായത് നമുക്ക് ചെയ്യാനുള്ള ഒരു മുന്തിരി വള്ളിയാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ അതൊന്ന് ചെറുതായ രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലീഫുകൾ എവിടെ വേണം, മുന്തിരി കുലകൾ എവിടെ വേണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം നമ്മൾ ലീഫുകളാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലീഫുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് നമുക്ക് ഇതേപോലെ ചെറിയ കനത്തിൽ നമുക്ക് തേച്ചെടുക്കാം. അപ്പോൾ ലീഫിന് വേണ്ടി നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. ഈ ലീഫ് ഒരു കാട്ടുവള്ളിയുടെ ലീഫാണ്. മുന്തിരി ലീഫിൻ്റെ അതേ രീതിയിൽ വരുന്ന ഒരു കാട്ടുവള്ളിയാണ്. അപ്പോൾ ആ ലീഫ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മൾ തേച്ച സിമെൻറ്റിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് നമ്മൾ ഉഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മുടെ സിമെൻറ്റിലേക്ക് പതിയുന്ന രീതിയിൽ നമ്മൾ ഉഴിഞ്ഞു കൊടുത്തതിന് ശേഷം ലീഫിൻ്റെ പുറംഭാഗത്തേക്ക് വരുന്ന സിമെൻറ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പുറംഭാഗത്തേക്ക് വരുന്ന സിമെൻറ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ലീഫ് എടുത്ത് മാറ്റാം.
അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ലീഫുകൾ ആദ്യം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലീഫുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ വള്ളി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ തന്നെ സിമെൻറ്റ് തേച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ വള്ളി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ലീഫുകളും വള്ളികളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് മുന്തിരിയാണ് റെഡിയാക്കി എടുക്കേണ്ടത്, മുന്തിരിക്കൊല. അപ്പോൾ അത് നമുക്ക് 2-3 സ്ഥലത്തായിട്ട് നമുക്ക് മുന്തിരിക്കൊല റെഡിയാക്കി എടുക്കാം. അതിനാദ്യം നമ്മളിതാ മുന്തിരിക്കൊല വേണ്ട സ്ഥലത്ത് നമ്മളിതാ സിമെൻറ്റ് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സിമെൻറ്റ് എടുത്ത് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിക്കുലകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി ഒരു 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ അത് മുന്തിരി വള്ളികൾ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. ഒരു 3-4 ദിവസം നമുക്ക് ഇതേപോലെ നനച്ചു കൊടുക്കണം. അപ്പോൾ മുൻഭാഗം നമ്മൾ ഡിസൈൻ ചെയ്തു, അത് നമ്മൾ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നനച്ചു കൊടുക്കണം ഒരു 3-4 ദിവസം നമുക്ക്. ഈ ഭാഗം നമ്മൾ പെയിൻറ്റിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം വൈറ്റ് സിമെൻറ്റും നമ്മൾ ഒരേ അളവിൽ എടുത്തതിന് ശേഷം ഇതേപോലെ പെയിൻറ്റ് രൂപത്തിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്, കുഴമ്പ് രൂപത്തിൽ. അത് നമുക്ക് ഇവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിൽ ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്ററിങ്ങും ഡിസൈനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 3-4 ദിവസം നനച്ചു. പിന്നീട് നമ്മളൊരു 2-3 ദിവസം ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യാത്ത ഭാഗമാണ് പെയിൻറ്റിങ്ങിൽ ഡിസൈൻ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെയുള്ള 2 സൈഡ് ടാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 4 ഇഞ്ച് വീതി മാത്രം വരുന്ന ടാപ്പാണ്. അത് നമ്മൾ ഇതേപോലെ ഭാഗങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുമര് ടേപ്പ് ഒട്ടിച്ച് ഇതേപോലെ ഭാഗങ്ങളായിട്ട് തിരിച്ചു. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റിൻ്റെ അപ്പെക്സ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് AB12, അതായത് AB12 ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ നമ്പറിലുള്ള കളറാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തേക്കിൻ്റെ ഡിസൈനാണ് നമ്മളിവിടെ വരുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും നമ്മൾ ഇതേ കളർ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. അപ്പോൾ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കോട്ട് പെയിൻറ്റിങ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 കോട്ട് എടുത്തത്. ഇനി നമുക്കിതിൽ മരത്തിൻ്റെ ഡിസൈനിങ്, അതായത് തേക്കിൻ്റെ ഡിസൈൻ വരഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്
ഇനാമിലാണ്. അപ്പോൾ ബ്ലാക്ക് കളർ ഇനാമിൽ, അതേപോലെ തന്നെ റെഡ് കളർ ഇനാമിൽ, പിന്നെ നമ്മൾ യെല്ലോ കളർ ഇനാമിലും അത് നമ്മൾ ടർപ്പൻ്റ് ഓയിൽ ചേർത്ത് നന്നായിട്ട്, അതായത് പച്ചവെള്ളത്തിൻ്റെ വരുന്ന രൂപത്തിൽ നമ്മൾ അത് ലൂസാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരഞ്ഞെടുക്കുന്നത്. വളരെ കുറഞ്ഞ രീതിയിൽ ബ്രഷിൽ എടുത്ത ശേഷം നമ്മളൊരു മരത്തിൻ്റെ പലകയിലൊക്കെ ആ ബ്രഷ് നന്നായിട്ട് ടച്ച് ചെയ്തതിന് ശേഷം കുറഞ്ഞ പെയിൻറ്റ് മാത്രം വരുന്ന രീതിയിലാണ് ബ്രഷിൽ ഉണ്ടാവേണ്ടത്. ആ രീതിയിലാണ് നമ്മളിത് വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് വരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. അതായത് കൂടുതൽ ഡാർക്ക് കളർ ആവാതെ നമുക്കിത് വരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ചുമര് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്യാത്ത ഭാഗത്ത് നമ്മൾ മരത്തിൻ്റെ ഡിസൈൻ വരഞ്ഞെടുത്തു. ഇനി നമുക്ക് ഈ ലീഫ്, അതായത് നമ്മുടെ മുന്തിരിവള്ളി നമ്മൾ ഡിസൈൻ ചെയ്ത ഭാഗത്ത് ഈ ലീഫുകൾക്കും അതേപോലെ തന്നെ മുന്തിരി കുലകൾക്കും അതേപോലെ തന്നെ ഇതിൻ്റെ വള്ളികൾക്കൊക്കെ നമ്മൾ ആ ഡാർക്ക് കളർ ഇതേപോലെ ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. മരത്തിൻ്റെ ഡിസൈൻ വരയാൻ ഉപയോഗിച്ച അതേ സാധനം തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരി വള്ളിക്ക് നമ്മൾ കളർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ ഡോട്ട് കൊടുക്കണം. അപ്പോൾ ബ്രഷിൽ വളരെ കുറഞ്ഞ രീതിയിൽ അതേ പെയിൻറ്റ് തന്നെ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഡോട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ നമ്മൾ ഉപയോഗിച്ച ടാപ്പ് നമുക്ക് പൊളിച്ച് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഇരു സൈഡിൽ നമ്മൾ പെയിൻറ്റ് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടൊന്ന് വരഞ്ഞതിന് ശേഷമാണ് അത് പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളായിട്ട് തിരിച്ച ടാപ്പുകളൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള സ്ലീക്കാണ്. അപ്പോൾ സ്ലീക്കിൽ നമ്മൾ നേരത്തെ വരയാൻ ഉപയോഗിച്ചിട്ട് കളറ് വളരെ കുറച്ച് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സ്ലീക്ക് നമുക്ക് മുഴുവൻ ഭാഗത്തും എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീക്കൊക്കെ എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ച് പോളിഷ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ഭംഗിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മരത്തിൻ്റെ നല്ല സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുന്തിരി വള്ളികളൊക്കെ അടിപൊളിയായിട്ട് മരത്തിൽ കൊത്തിയെടുത്തതുപോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഡിസൈനിങ്ങും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും ആണിത്. അപ്പോൾ വളരെ ചിലവും കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് പണിയാളുകളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരാനുള്ളത്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമുകൾ അതേപോലെ ഡൈനിങ് ഹാളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്ത് നമ്മളത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പണിയാളുകളൊന്നും ഇല്ലാതെ വളരെ തുച്ഛമായ ചെലവിൽ നമുക്ക് എങ്ങനെ നമ്മുടെ വീട് അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായ രീതിയിൽ മനോഹരമായിട്ട് പെയിന്റ് അടിച്ചെടുക്കാന്നൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുമര് ഡിസൈനിങ് കഴിഞ്ഞു, പെയിന്റിങ് കഴിഞ്ഞു. അപ്പോൾ ഈ സൈഡൊക്കെ നമ്മൾ മരത്തിന്റെ വുഡിന്റെ മോഡലിലാണ് നമ്മൾ പെയിന്റിങ്ങിൽ ചെയ്തെടുത്തത്. അപ്പോൾ തേക്ക് മരത്തിന്റെ അതേ ഡിസൈനിങ്ങിലാണ് നമ്മൾ ചെയ്തെടുത്തത്. ഈ ഭാഗം നമ്മൾ ഇതേപോലെ മുന്തിരി വള്ളികളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മരത്തിൽ കൊത്തിയെടുത്തതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചുമര് ഡിസൈനിങ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഈ ഏരിയ നമുക്ക് ഇതേപോലെ വുഡിൻ്റെ ഡിസൈനിങ്ങിൽ പെയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ചിലവായത് വെറും 600 രൂപയിൽ താഴെ മാത്രമാണ്. പണിയാളുകളൊന്നും ഇല്ലാതെ നമുക്ക് ആർക്കും ഇത് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസവും ക്ഷമയും മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മളിത് എവിടെയും പോയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. നമ്മുടെ ആത്മവിശ്വാസം മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ഓരോ വർക്കുകളും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് എന്തായാലും നിങ്ങൾ മറന്നു പോവാതെ ലൈക്ക് അടിക്കണം. പല ആളുകളും വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ട് പോവാറുണ്ട്. അപ്പോൾ മറന്നു പോവാതെ ലൈക്ക് തരിക, അതേപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വളരെ ഉപകാരപ്പെട്ട, അതായത് വീട് പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് നമുക്കിനി വരാനുള്ളത്. The past is where it stays. Way back a year ago.